കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലിയോ മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ ജാനുവരിയൂസിന്റെ തിരുശേഷിപ്പ് ദ്രാവകമായി. ജപമാലയുടെ ശക്തിയെ ഓർമ്മിപ്പിച്ച് ലിയോ 14 പാപ്പ. യുവജനങ്ങൾക്കിടയിൽ ബൈബിൾ വായന വർദ്ധിക്കുന്നു. കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് സുവർണ ജൂബിലി. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാതാവ് വൈദികനാവുന്നു. വാർത്തകൾ വിശദമായി. ലിയോ മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ ജാനുവരിയൂസിന്റെ തിരുശേഷിപ്പ് ദ്രാവകമായി. ഇറ്റലിയിലെ നേപ്പിൾസിൽ ലിയോ 14 പാപ്പ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ ജാനുവരിയൂസിന്റെ തിരുശേഷിപ്പായി സൂക്ഷിച്ചിരിക്കുന്ന രക്തം ദ്രാവകമായി. വിശുദ്ധന്റെ രക്തം അടങ്ങിയ പേടകം പാപ്പ ഉയർത്തിക്കാട്ടി വിശ്വാസികൾക്ക് ആശീർവാദം നൽകി. നേപ്പിൾസിലെ കത്തീഡ്രൽ വെച്ചാണ് ഈ അത്ഭുതം നടന്നത്. ലിയോ 14 പാപ്പ തന്റെ തിരഞ്ഞെടുപ്പിന്റെ 1ാം വാർഷികം പ്രമാണിച്ച് മെയ് 8-നാണ് നേപ്പിൾസ് സന്ദർശിച്ചത്. നേപ്പിൾസിന്റെ മധ്യസ്ഥനാണ് വിശുദ്ധ ജാനുവരിയൂസ്. വർഷത്തിൽ 3 തവണ ജാനുവരിയൂസിന്റെ കട്ടപിടിച്ച രക്തം ദ്രാവക രൂപത്തിലാകുന്ന അത്ഭുതം സംഭവിക്കാറുണ്ട്. വിശുദ്ധന്റെ രക്തസാക്ഷി ദിനമായ സെപ്റ്റംബർ 19, തിരുനാൾ ദിനമായ ഡിസംബർ 16, മെയ് മാസത്തിലെ 8-ാം തീയതി എന്നിവയാണ് പ്രസ്തുത ദിനങ്ങൾ. വിശുദ്ധന്റെ തിരുശേഷിപ്പ് ദ്രാവകമായി മാറാത്തത് ദുശകനമായിട്ടാണ് ഇറ്റലിക്കാർ കരുതുന്നത്. കോവിഡ് കാലത്ത് തിരുശേഷിപ്പ് ദ്രാവകമായി മാറിയിരുന്നില്ല. ജപമാലയുടെ ശക്തിയെ ഓർമ്മിപ്പിച്ച് ലിയോ 14 പാപ്പ. ജപമാലയുടെ ശക്തിയെ ഓർമ്മിപ്പിച്ച് ലിയോ 14 പാപ്പ പോംബെ മാതാവിന്റെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ അമ്മ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ജപമാലയെ നന്മ നിറഞ്ഞ മറിയമേ ആവർത്തിക്കുന്നത് സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്. തലമുറകളായ വിശ്വാസികൾ ഈ പ്രാർത്ഥനയിൽ സുരക്ഷിതത്വം അനുഭവിക്കുന്നു. ലളിതവും ജനകീയവുമാണെങ്കിലും ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന്റെ മിസ്റ്റിക്കൽ ഉയരങ്ങളുള്ള പ്രാർത്ഥനയാണ് ഇത്. സന്തോഷത്തിലേക്കുള്ള ക്ഷണമാണ് നന്മ നിറഞ്ഞ മറിയമെന്നും പാപ്പ പറഞ്ഞു. പാപ്പ പദവിയിൽ എത്തിയതിന്റെ 1ാം വാർഷികം പ്രമാണിച്ചാണ് പാപ്പ പോംബെയിലെത്തിയത്. യുവജനങ്ങൾക്കിടയിൽ ബൈബിൾ വായന വർദ്ധിക്കുന്നു. ലോകവ്യാപകമായി യുവജനങ്ങൾക്കിടയിൽ ബൈബിൾ വായന വർദ്ധിക്കുന്നു. ആഗോള സർവേയിലാണ് ഇക്കാര്യം പുറത്തുവന്നത്. 15 മുതൽ 30 വരെ പ്രായമുള്ളവർക്കിടയിൽ പാത്മോസ് യൂത്ത് ആണ് പഠനം നടത്തിയത്. 85 രാജ്യങ്ങളിൽ നിന്നായി 91,000 ആളുകൾക്കിടയിലാണ് പഠനം നടത്തിയത്. കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് സുവർണ ജൂബിലി. കാഞ്ഞിരപ്പള്ളി രൂപത സുവർണ ജൂബിലി ആഘോഷിക്കുന്നു. 1977-ലാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കിഴക്കൻ മേഖല വിഭജിച്ച് കാഞ്ഞിരപ്പള്ളി രൂപത സ്ഥാപിതമായത്. മാർ ജോസഫ് ഭവത്തിലായിരുന്നു പ്രഥമ മെത്രാൻ. സുവർണ ജൂബിലി സ്മാരക ഭവന നിർമ്മാണ പദ്ധതി, വാസയോഗ്യ ഭവന പദ്ധതി, ചികിത്സാ പദ്ധതി, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, രൂപത ചരിത്ര ക്വിസ്, വിശുദ്ധ ഗ്രന്ഥ പഠന പരമ്പര, കുടുംബ കൂട്ടായ്മ വാർഷികങ്ങൾ, ഇടവക ദിനാഘോഷം, സാമുദായിക സാംസ്കാരിക സംഗമം, സാമൂഹിക ശുചിത്വ വാരാചരണം, പരിസ്ഥിതി ദിനാചരണം, പൈതൃക പഠന പരമ്പര, ഭവന സന്ദർശനം തുടങ്ങി നിരവധി പദ്ധതികൾ സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച് നടപ്പിലാക്കും. അവിശ്വസനീയവും നാടകീയവുമായ ഒരു വാർത്തയാകട്ടെ അവസാനം. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാതാവായ സ്കോട്ട് ബോർബ കത്തോലിക്ക വൈദികനാവുന്നു. 2 ശതാബ്ദ കാലത്തോളം ആരോഗ്യ മേഖലയിലും സൗന്ദര്യവർദ്ധക മേഖലയിലും വ്യാപരിച്ച് ലോകത്തിന്റേതായ എല്ലാവിധ സുഖ സൗകര്യങ്ങളിലും ആഡംബരങ്ങളിലും മുഴുകി ജീവിച്ച വ്യക്തിയാണ് സ്കോട്ട്. ഫ്രെസ്നോ രൂപതയ്ക്ക് വേണ്ടിയാണ് ഇദ്ദേഹം വൈദികനാകുന്നത്. കുട്ടിക്കാലത്ത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അൾത്താരയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികനെ അമ്മ ചൂണ്ടിക്കാട്ടി കാണിച്ചു തന്ന നിമിഷം മുതൽ കുർബാന കുപ്പായത്തിന്റെ തിളക്കം തന്റെ മനസ്സിലുണ്ടായിരുന്നുവെന്നും അതായിരിക്കാം തന്റെ ദൈവവിളിയുടെ ആദ്യ നിമിഷങ്ങളെന്നും സ്കോട്ട് അനുസ്മരിക്കുന്നു. പിന്നീട് മുതിർന്നപ്പോൾ ലോകത്തിന്റെ ഗ്ലാമറിലും പ്രശസ്തിയും സമ്പത്തിലും മുഴുകി ജീവിക്കുകയായിരുന്നുവെങ്കിലും വർഷങ്ങൾക്ക് ശേഷം താൻ ആ വിളി തിരിച്ചു പിടിക്കുകയായിരുന്നുവെന്ന് സ്കോട്ട് പറയുന്നു. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിനുമായി നമുക്ക് വെള്ളിയാഴ്ച കണ്ടുമുട്ടാം. നന്ദി.